ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഉപവേടി അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡി ഫോറസ്റ്റിനെയാണ്. 1579 ഡിസംബർ 9 പെറുവിലെ നെമാലിൽ മാർട്ടിൻ ജനിച്ചു. പിതാവ് സ്പാനിഷ് വംശജനായ ഡോൺ ജുവാൻ ഫോറസും മാതാവ് ആഫ്രിക്കൻ വംശജയായ നീഗ്രോൺ സ്ത്രീയുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മാർട്ടിൻ വർണ്ണവിവേചനവും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നു. എന്നാൽ ദൈവസൃഷ്ടിയിൽ എല്ലാവരും തുല്യരെന്ന് ചെറുപ്പത്തിൽ തന്നെ മാർട്ടിൻ മനസ്സിലാക്കിയിരുന്നു. ദയയും വിനയവും നിറഞ്ഞവനായി വളരാൻ അവന്റെ ബാല്യകാലം അവനെ സഹായിച്ചിരുന്നു. പിന്നീട് തന്റെ 25-ാം വയസ്സിൽ അദ്ദേഹം ഡൊമിനിക്കൻ സന്യാസ ആശ്രമത്തിൽ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ഭൃത്യനായി ചേർന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വിനയവും സേവന സന്നദ്ധയും ഉള്ളതായിരുന്നു. മൃഗങ്ങളോടും പ്രകൃതിയോടും വളരെയധികം സ്നേഹം നിറഞ്ഞ വ്യക്തിയായിരുന്നു വിശുദ്ധ മാർട്ടിൻ. സ്നേഹം കൊണ്ട് മാത്രമേ ഈ ലോകത്തെ മാറ്റാൻ കഴിയുക എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 1639 നവംബർ 3 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മടങ്ങി. നവംബർ 3 അദ്ദേഹത്തിന്റെ തിരുനാൾ സഭയിൽ ആചരിക്കുന്നു. 1962 മെയ് 6 ജോൺ 23-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ന് ദരിദ്രരുടെ സംരക്ഷകനും ദയയുടെ പ്രതീകമായി അദ്ദേഹത്തെ ഇന്ന് സഭയിൽ വണങ്ങുന്നു. ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. യാതൊരു വിവേചനവും കൂടാതെ സ്നേഹവും കരുണയും ദയയും കാണിക്കുക. സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ഈ വിശുദ്ധന്റെ മാതൃക നമുക്കും പിന്തുടരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.